കേരള ക്രിക്കറ്റ് ടീമിന്റെ രഞ്ജി ട്രോഫി ഫൈനൽ പ്രവേശം ആഘോഷമാക്കുന്ന ഈ സമയത്ത് രഞ്ജി ട്രോഫിയുടെ ചരിത്രം കൂടി മനസ്സിലാക്കി വെക്കുന്നത് നല്ലതല്ലേ? പറഞ്ഞു വരുന്നത് രഞ്ജി ട്രോഫിയുടെ ഉദ്ഭവത്തെക്കുറിച്ചും ആ പേര് വന്ന വഴിയെക്കുറിച്ചുമാണ്. ഇന്ത്യ സ്വതന്ത്രമാകുന്നതിനു മുൻപേ ജനിച്ചു മൺമറഞ്ഞു പോയൊരു ഗുജറാത്തുകാരനായ രാജകുമാരന്റെ കഥയാണിത്. ഗവാസ്കറിനും കപിലിനും സച്ചിനുമെല്ലാം മുമ്പ് ലേറ്റ് കട്ടുകളും ലെഗ് ഗ്ലാൻസുകളും ഡിഫൻസീവ് ഷോട്ടുകളും കൊണ്ട് ബൗളർമാരെ വിറപ്പിച്ച ഒരു ഇന്ത്യക്കാരൻ. ഇംഗ്ലണ്ടിലെ കൗണ്ടി ക്രിക്കറ്റിൽ സസക്സിനായി കളിച്ച് ഇന്ത്യയുടെ യശസ്സുയർത്തിയ അതുല്യ പ്രതിഭ. 1872 ഗുജറാത്തിലെ സരോദറിൽ ജനിച്ച് 60-ാം വയസ്സിൽ നവനാഗിലെ മഹാരാജാവായി അന്തരിക്കുമ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റിലെ സ്വപ്ന സമാനമായൊരു ഇന്നിംഗ്സിന് കൂടിയാണ് അദ്ദേഹം തുടക്കമിട്ടത്. ഇന്ത്യൻ ക്രിക്കറ്റിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന കുമാർ ശ്രീ രഞ്ജിത് സിംഗ് ജിയുടെ ജീവിതം അവിശ്വസനീയമായ കയറ്റിറക്കങ്ങളുടേതു കൂടിയായിരുന്നു. രഞ്ജിത് സിംഗ് ജിയുടെ അമ്പരിപ്പിക്കുന്ന റിയാക്ഷൻ ടൈമും സ്വന്തമായി വികസിപ്പിച്ചെടുത്ത ബാക്ക് ഫുട്ട് ഡിഫൻസ് ഷോട്ടുകളും അക്കാലത്ത് ഇംഗ്ലീഷുകാരെയും ഓസീസുകാരെയും പോലും വിസ്മയിപ്പിച്ചിരുന്നു. 1891 കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാനെത്തിയ രാജകുമാരൻ പയ്യന് ക്രിക്കറ്റിലായിരുന്നു കൂടുതൽ കമ്പം. 1895 ലോർഡ്സിൽ സസക്സിനായി കളിച്ച അരങ്ങേറ്റ മത്സരത്തിൽ തന്നെ 2 ഇന്നിംഗ്സുകളിലായി 77-ഉം 150-ഉം റൺസ് നേടി ക്രിക്കറ്റിൽ തന്റെ വരവറിയിച്ചു. തുടർച്ചയായ 10 സീസണുകളിൽ ടീമിനായി 1000 റൺസ് നേടാനും കഴിഞ്ഞു. 1896 ഇംഗ്ലണ്ട് ദേശീയ ടീമിനായും കളിച്ചു. ഓൾഡ് ട്രാഫോർഡിൽ ഓസ്ട്രേലിയക്കെതിരായ ടെസ്റ്റ് അരങ്ങേറ്റത്തിൽ ഇംഗ്ലണ്ടിനായി 62, 154 നോട്ട് ഔട്ട് എന്നീ സ്കോറുകൾ നേടി. വിദേശ പിച്ചുകളിൽ 60-ന് മുകളിലായിരുന്നു അദ്ദേഹത്തിന്റെ ആവറേജ് എന്നതും ശ്രദ്ധേയമാണ്. 1904 കുടുംബ പ്രശ്നങ്ങൾ കാരണം അദ്ദേഹത്തിന് ഇന്ത്യയിലേക്ക് മടങ്ങേണ്ടി വന്നു. 1907 മാർച്ചിൽ രഞ്ജിത് സിംഗ് ജി നവനഗറിലെ മഹാരാജ ജാം സാഹിബായി മാറി. ചേംബർ ഓഫ് പ്രിൻസസിലും ലീഗ് ഓഫ് നേഷൻസിലും അദ്ദേഹം നടത്തിയ പ്രവർത്തനവും നിർണായകമായിരുന്നു. ജനപ്രിയനും ദയാലുവുമായ ഭരണാധികാരിയായിരുന്നു രഞ്ജി എന്നാണ് ചരിത്രം അദ്ദേഹത്തെ രേഖപ്പെടുത്തുന്നത്. ക്രിക്കറ്റിനോടുള്ള തന്റെ പ്രണയം ഉപേക്ഷിക്കാനാകാതെ രഞ്ജിത് സിംഗ് ജി വീണ്ടും പലപ്പോഴായി ഇംഗ്ലണ്ടിൽ ക്രിക്കറ്റ് കളിക്കാനെത്തി. 1908-ലും 1912-ലും 1920-ലും സസക്സിനായി അദ്ദേഹം വീണ്ടും കളിച്ചു. എങ്കിലും പഴയ ഫോമിലേക്ക് അദ്ദേഹത്തിന് തിരിച്ചെത്താനായില്ല എന്നതാണ് വാസ്തവം. ഇതിനിടയിൽ 48-ാം വയസ്സിൽ ഷൂട്ടിങ്ങിനിടെ ഒരു കണ്ണും അദ്ദേഹത്തിന് നഷ്ടമായിരുന്നു. രഞ്ജിത് സിംഗ് ജി വിരമിച്ചപ്പോൾ പ്രതാപവും വിസ്മയവും ക്രിക്കറ്റിനെ എന്നേക്കുമായി ഉപേക്ഷിച്ചു പോയിരിക്കുന്നു എന്നാണ് സർ നെവിലെ കാർഡസ് വിശേഷിപ്പിച്ചത്. ഇന്ത്യൻ ക്രിക്കറ്റിന്റെ പിതാവായി അറിയപ്പെടുന്ന രഞ്ജിത് സിംഗ് ജി ക്രിക്കറ്റിലെ ക്ലാസിക് കൃതികളിലൊന്നായ ദി ജൂബിലി ബുക്ക് ഓഫ് ക്രിക്കറ്റും 1897-ൽ പുറത്തിറക്കിയിരുന്നു.